ഈ രസവും ആസ്വാദനവും ഒന്നും ആർക്കില്ലായിരുന്നു, സഹാബത്തിനില്ലായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം തീച്ചൂളയിൽ നിൽക്കുകയാണ്. ചരിത്രകാരന്മാർ പറയുന്നത് അങ്ങനെയാണ്, പരീക്ഷണത്തിന്റെ തീച്ചൂളയിലാണ്. ഇതൊക്കെ എന്താണ്? നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നമ്മുടെ പരീക്ഷണങ്ങൾ പോലെ തന്നെ അതിനേക്കാൾ കടുത്ത പല പരീക്ഷണങ്ങളെയും അതിജീവിച്ച് മുന്നേറുന്ന സഹാബത്തിന്റെ നേർചിത്രങ്ങളാണ് നമുക്ക് ഈ ചരിത്രത്തിലൂടെ ലഭ്യമാകുക. ഇതൊക്കെ നമുക്ക് പാഠമാകണം. അല്ല സഹാബത്തിൽ മാത്രം അധിഷ്ഠിതമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഈ ചരിത്രങ്ങളും ഈ അനുഭവങ്ങളും ഇപ്പൊ സൂറത്തുൽ അൻഫാൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ആയത്തുകളും ബദർ യുദ്ധത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ്. അത് ചിന്തകളായിട്ടും ചർച്ചകളായിട്ടും നമ്മുടെ മുന്നിലേക്ക് ഓരോരോ ആയത്തുകളും കടന്നു വരുന്നു. എന്തിനു വേണ്ടി? അത് കഴിഞ്ഞ കഥയല്ലേ എന്നുള്ളതല്ല. ഖുർആനിലെ സൂറത്തുൽ അൻഫാല് നിർബന്ധമായും ഓരോ ആളുകളും പഠിച്ചേ പറ്റുള്ളൂ. സൂറത്തുൽ അൻഫാല് പഠിക്കുമ്പോൾ അതിലൂടെ ഓരോ ആളുകളും പഠിക്കേണ്ടത് ജീവിതമാണ്. ജീവിതത്തിലെ ശരിയായ അനുഭവങ്ങളാണ്. ഏതൊക്കെ അനുഭവങ്ങളിലൂടെ ഒരു വ്യക്തി കടന്നു പോകും എന്നുള്ളതിന്റെ കൃത്യമായ ഒരു തലങ്ങളിലൂടെയാണ് ഖുർആൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആ സൂറത്തുൽ അൻഫാല് പഠിച്ചേ പറ്റുള്ളൂ. ഇനി അതിനുശേഷമുള്ള അനുഭവം എന്താണ്? ഉഹദ് യുദ്ധം രസകരമായിരുന്നു. അതും അനുഭവത്തിന്റെ കടുത്ത തീച്ചൂളയിൽ നിന്നിട്ടാണ് അതും എന്റെ സഹാബത്തിന് അനുഭവപ്പെട്ടത്. അപ്പൊ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. സൂറത്ത് ആല ഇമ്രാൻ 121 മുതലുള്ള ആയത്തുകൾ പരിശോധിച്ച് നോക്കുക. ഏതാണ്ട് 80ഓളം ആയത്തുകൾ, 86ഓളം ആയത്തുകൾ ആ ഉഹദ് യുദ്ധത്തെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആയത്തുകളാണ്. നിസ്സാരമാണോ ഇതൊക്കെ? അല്ല, ഇതൊക്കെ ജീവിതാനുഭവങ്ങളാണ്. അപ്പൊ ഈ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം പഠിക്കാൻ മാത്രം അതിലുണ്ട് ഓരോ വ്യക്തിക്കും എന്നുള്ളതാണ് ആ സൂറത്തുകൾ നൽകുന്ന സന്ദേശം. ഇതൊന്നും എനിക്ക് പഠിക്കേണ്ട കാര്യമില്ല, എനിക്കറിയേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ